കഥയാരംഭിക്കുന്നത് 3102 BC-യിലാണ്. കുരുക്ഷേത്ര യുദ്ധം അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സമയം. അഭിമന്യുവിന്റെ മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ഉത്തരയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞാണ് രാജ്യത്തിന്റെ അടുത്ത അനന്തരാവകാശി. പക്ഷേ അശ്വത്ഥാമ ഗർഭസ്ഥാവസ്ഥയിലുള്ള ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞു. മാത്രമല്ല, കുരുക്ഷേത്ര ഭൂമിയിൽ അശ്വത്ഥാമയുടെ അടുത്തേക്കെത്തിയ വിഷ്ണുവിന്റെ 8ാമത്തെ അവതാരം സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ കൊല്ലാനും ശ്രമിച്ചു. ഭഗവാൻ കൃഷ്ണൻ അശ്വത്ഥാമയെ വലിച്ചെറിഞ്ഞു. 18 ദിവസം കുരുക്ഷേത്ര യുദ്ധത്തിൽ അശ്വത്ഥാമ ചെയ്ത പ്രവൃത്തികൾ മാപ്പർഹിക്കുന്നതല്ലെന്നും ദ്രോണാചാര്യരുടെ മകനായിരുന്നിട്ടും അശ്വത്ഥാമയ്ക്ക് അതിനെങ്ങനെ കഴിഞ്ഞു എന്നും കൃഷ്ണൻ അശ്വത്ഥാമയെ ചോദ്യം ചെയ്തു. ദേവനായാലും ദ്രോണരായാലും തങ്ങളുടെ കർമ്മബലം അനുഭവിക്കേണ്ടി വരുമെന്നും ഗർഭസ്ഥ ശിശുവിനെ കൊന്ന കുറ്റത്തിന് നിന്റെ കർമ്മബലം നീ അനുഭവിക്കേണ്ടി വരുമെന്നും കൃഷ്ണൻ അശ്വത്ഥാമയുടെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. എങ്കിൽ എന്നെ കൊന്നുകളഞ്ഞേക്കൂ എന്നായിരുന്നു അശ്വത്ഥാമയുടെ മറുപടി. പക്ഷേ മരണം മോക്ഷമാണെന്നും നിനക്കുള്ള ശിക്ഷ മരണമല്ലെന്നും ഭഗവാൻ കൃഷ്ണൻ വിധിച്ചു. ലോകത്തിന്റെയും ജനങ്ങളുടെയും നാശവും ലോകത്തിന്റെ അവസ്ഥയും ഒക്കെ കണ്ട് മനമൊരുക്കി അമർത്യനായി അശ്വത്ഥാമ ജീവിച്ചുകൊണ്ടേയിരിക്കണം. എനിക്കിതിനൊരു പ്രായച്ചിത്തമില്ലേ? അശ്വത്ഥാമ ചോദിച്ചു. ഭഗവാൻ കൃഷ്ണൻ മറുപടി പറഞ്ഞു. ഇന്ന് നീ എന്നെ വധിക്കണമെന്ന് ചിന്തിച്ചു. പക്ഷേ ഒരിക്കൽ നീ തന്നെ എന്റെ രക്ഷയ്ക്കായി വരേണ്ടി വരും. വരാനിരിക്കുന്നത് കലിയുഗമാണ്. എങ്ങും അധർമ്മം വിളയാടുമ്പോൾ, പ്രപഞ്ചം അന്ധകാരത്തിൽ ആഴുമ്പോൾ ഞാൻ വീണ്ടും പിറവികൊള്ളും. അന്ന് കലിയുടെ പ്രഭാവം ആ പിറവിയെപ്പോലും തടുക്കാൻ അത്രമേൽ പവർഫുൾ ആയിരിക്കും. അന്ന് നീ നമുക്ക് രക്ഷകനാകണം. ആകാശത്തിൽ സൂര്യനില്ലാതാകുമ്പോൾ, വായു വിഷഭരിതമാകുമ്പോൾ, ഗംഗയിൽ ഒരു തുള്ളി നീര് പോലും ഇല്ലാതാകുമ്പോൾ, ഹിമാലയം ഹിമരഹിതമാകുമ്പോൾ, നിന്റെ നെറ്റിയിൽ ഈ ശിവമണി തിരികെ എത്തുമ്പോൾ അതായിരിക്കും ആ സമയം. അതും പറഞ്ഞ് ഭഗവാൻ കൃഷ്ണൻ അശ്വത്ഥാമയുടെ നെറ്റിയിലെ ശിവമണി പറിച്ചെടുത്തു. പിന്നീട് സംവത്സരങ്ങൾ കടന്നുപോയി. തന്റെ മുമ്പിൽ ലോകത്തിന്റെ പതനവും യുദ്ധങ്ങളും മനുഷ്യരുടെ കൊടിയ അവസ്ഥകളും അശ്വത്ഥാമ കണ്ടുകൊണ്ടേയിരുന്നു. ഒടുവിൽ കാശിയിലെ ഒരു ക്ഷേത്രത്തിനകത്ത് അശ്വത്ഥാമ അഭയം തേടി. പുറം ലോകം നശിച്ച് അത്രമേൽ നാശമായി മാറിയിരുന്നു. ലോകത്തിപ്പോൾ അവശേഷിക്കുന്ന ഒരേ നഗരം കാശി മാത്രമാണ്. കാശി ഭരിക്കുന്നത് സുപ്രീം യാസ്കിൻ എന്ന് വിളിപ്പേരുള്ള 200 വയസ്സുള്ള ഒരു പടുവൃത്തനാണ്. കോംപ്ലക്സ് എന്ന പേരിൽ പിരമിഡ് തലകീഴാക്കി വെച്ച പോലെ ഒരു പ്രത്യേക തരത്തിൽ രൂപപ്പെടുത്തിയ വലിയൊരു കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിനകത്ത് ഏറ്റവും സമ്പന്നരായിട്ടുള്ളവരാണ് വസിക്കുന്നത്. കാടും മലയും പുഴയും ഭക്ഷണ വസ്തുക്കളടക്കം എല്ലാ സൗകര്യങ്ങളും അതിനുള്ളിലുണ്ട്. സാധാരണ അഭയാർത്ഥികളായ ജനങ്ങൾക്ക് കോംപ്ലക്സിനകത്തേക്ക് അങ്ങനെ പ്രവേശനമില്ല. കോംപ്ലക്സ് നിയന്ത്രിക്കുന്നത് ഏറെ പവർഫുള്ളായ സുപ്രീം യാസ്കിൻ ആണെങ്കിൽ, സുപ്രീം യാസ്കിന് കാര്യങ്ങൾ നടത്തുവാൻ തന്റെ കീഴിൽ പ്രധാനപ്പെട്ട 2 പേരുണ്ട്. കൗൺസിലർ ബാനിയും കമാൻഡർ മാനസുമാണത്. മാനസിന്റെ കീഴിൽ കോംപ്ലക്സിനെ സംരക്ഷിക്കാനും റിബലുകളിൽ നിന്ന് കോംപ്ലക്സിനെ രക്ഷപ്പെടുത്താനും വേണ്ടി റൈഡേഴ്സ് എന്ന പേരിൽ ഒരു സംഘം തന്നെയുണ്ട്. സാധാരണ ജനങ്ങൾക്ക് കോംപ്ലക്സിനകത്തേക്ക് കടക്കണമെങ്കിൽ കോംപ്ലക്സിന്റെ നാണയമായ യൂണിറ്റ്സ് വേണമായിരുന്നു. വളരെ വലിയ തുക യൂണിറ്റ്സ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കോംപ്ലക്സിനെ സഹായിക്കുന്ന പ്രവൃത്തികൾ ചെയ്ത് ഓരോ വ്യക്തിയും യൂണിറ്റ്സ് കരസ്ഥമാക്കാൻ ശ്രമിക്കുമായിരുന്നു. സുപ്രീം യാസ്കിന്റെ നിർദ്ദേശപ്രകാരം കോംപ്ലക്സിനകത്ത് പ്രോജക്റ്റ് കെ എന്ന പേരിൽ ഒരു ദൗത്യം അരങ്ങേറുന്നുണ്ട്. വളരെ വിദഗ്ധരായ ഡോക്ടേഴ്സാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഗർഭിണിയാവാൻ സാധ്യതയുള്ള പെൺകുട്ടികളെയും സ്ത്രീകളെയും അതുകൊണ്ട് തന്നെ കോംപ്ലക്സ് ഏറ്റെടുക്കും. 10,000 യൂണിറ്റ്സ് ആണ് അതിന് പ്രതിഫലമായി ലഭിക്കുക. അത് ആഗ്രഹിച്ച് പുറത്തുള്ള ജനങ്ങളിൽ കരുത്തരായിട്ടുള്ളവർ പലരും പെൺകുട്ടികളെ പിടിച്ച് കോംപ്ലക്സിന് കൈമാറാറുണ്ടായിരുന്നു. അന്നും പതിവ് പോലെ കോംപ്ലക്സ് ലക്ഷ്യമാക്കി ഒരു വാഹനം വന്നു. ആ വാഹനത്തിനകത്ത് കുറച്ചധികം പേരുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ആൺവേഷം കെട്ടി അങ്ങോട്ടേക്കെത്തിയ ഒരു പെൺകുട്ടിയുണ്ട്. റയ്യ എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. ഗാർഡുകൾ കൂട്ടത്തിലെ പെൺകുട്ടികളെ പരിശോധിച്ച് കോംപ്ലക്സിനായി എടുക്കാൻ നോക്കുമ്പോൾ അത് കണ്ട് റയ്യ അവിടെ നിന്ന് മാറി നടക്കാൻ ശ്രമിച്ചു. റയ്യയെ കൂട്ടത്തിലൊരു പയ്യൻ ഒറ്റാനും നോക്കിയിരുന്നു. കാരണം അവന് യൂണിറ്റ്സ് കിട്ടുമല്ലോ. റയ്യയെ അന്ന് പ്രൊട്ടക്ട് ചെയ്തത് കാശിയിലെ കാവണ്ടിയിൽ എത്തിച്ചേർന്നിരുന്ന ശംബാലയിൽ നിന്നുള്ള ശംബാലയിലെ നേതൃസ്ഥാനത്തുള്ള ഒരു റിബലായിരുന്നു. ശംബാല എന്നത് റിബലുകളുടെ ആസ്ഥാനമാണ്. മറിയം എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ത്രീയാണ് ശംബാലയുടെ ലീഡറായിട്ടുള്ളത്. പുരാണങ്ങളിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നവർ ഭഗവാൻ കലിയുഗ പിറവി എടുക്കുമെന്നും അമ്മയുടെ വയറ്റിൽ ജനിക്കും, അതിനുള്ള സമയമായി എന്നും വിശ്വസിക്കുന്നവരാണ്. ആകാശത്ത് ദിവസങ്ങളായി പുതിയൊരു നക്ഷത്രം കാണപ്പെട്ടിരുന്നു. അത് കണ്ടതുകൊണ്ടായിരുന്നു റൂമി എന്ന് വിളിപ്പേരുള്ള ശംബാലയുടെ പ്രധാന റിബൽ കാശിയിലേക്ക് എത്തിച്ചേർന്നിരുന്നത്. അവിടെ ഗർഭിണിയായ ഒരു സ്ത്രീയുണ്ട് എന്ന വിവരം റൂമിക്ക് ലഭിച്ചിരുന്നു. റൂമി കാശിയിലെ ശംബാലയുടെ ഹൈഡൌട്ടിലേക്ക് ചെന്നു. അവിടെ മറ്റ് നിരവധി റിബൽസ് ഉണ്ടായിരുന്നു. ദിവ്യ എന്ന പേരുള്ള ഗർഭിണിയായ ആ പെൺകുട്ടിയെ റൂമി പരിശോധിച്ചു. അവളുടെ കയ്യിൽ ശംബാലയുടെ വിശ്വാസമായ ശിവമണി വെച്ചുകൊടുത്തു.
കൊടുത്തു. ദൈവസാന്നിധ്യത്തിൽ ശിവമണി പ്രകാശിക്കും എന്നവരുടെ വിശ്വാസത്തിലുണ്ടായിരുന്നു. പക്ഷേ ദിവ്യയുടെ അടുത്ത് കാണിച്ചിട്ടും ശിവമണി പ്രകാശിച്ചില്ല. ഏവരും നിരാശയിലാണ്ടു. പക്ഷേ എന്നിരുന്നാലും ഈ കെട്ടകാലത്തും ഒരു ജീവൻ വയറ്റിൽ പേറുക എന്നത് വലിയ കാര്യമാണ് എന്നായിരുന്നു റൂമി ദിവ്യയോട് പറഞ്ഞത്. അവർ അവിടെ സംസാരിച്ച് നിൽക്കുമ്പോഴേക്കും കോംപ്ലക്സിന്റെ ആളുകൾ അവിടെ ആക്രമിക്കാനെത്തിയിരുന്നു. റെയ്ഡേഴ്സുമായി ശംബാലയുടെ പോരാളികൾ ഏറ്റുമുട്ടി. ഏറ്റുമുട്ടലിനിടയിൽ ശിവമണി തെറിച്ചു വീണപ്പോൾ അത് റയയുടെ കയ്യിൽ പെട്ടിരുന്നു. കുറച്ച് റിബൽസും റയയും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോന്നു. പക്ഷേ റൂമിയും ദിവ്യയും റെയ്ഡേഴ്സിന്റെ പിടിയിലകപ്പെട്ടിരുന്നു. കോംപ്ലക്സിന് മുമ്പിലേക്ക് അവർ ഹാജരാക്കപ്പെട്ടു. വിധിവിലക്കുകൾ നിർണയിക്കാൻ പുറത്തേക്ക് കോംപ്ലക്സിനകത്തു നിന്നും കമാൻഡർ മാനസ് ഇറങ്ങി വന്നു. കോംപ്ലക്സിന്റെ അകം തന്നെ കാണുവാൻ കുതിച്ച് പുറത്തു വലിയ കൂട്ടം ജനമുണ്ടായിരുന്നു. ഹോളോഗ്രാമിലൂടെ മറഞ്ഞിരിക്കുന്ന ശംബാലയിൽ ഒളിച്ചിരിക്കുന്ന മറിയത്തവരെ മാനസ് നോക്കിക്കാണുന്നുണ്ട്. അന്ന് അവിടെ വെച്ച് കോംപ്ലക്സിനെതിരെ സംസാരിച്ചതിനും ദൈവത്തെ പ്രകീർത്തിച്ചതിനും റൂമി കൊല്ലപ്പെട്ടു. ദിവ്യയെയും കമാൻഡർ മാനസ് കൊന്നുതള്ളി. അവിടുള്ള ബാക്കി റിബലുകളെ പിടിക്കുന്നവർക്ക് ഓരോ തലയ്ക്കും 5000 യൂണിറ്റ്സ് വെച്ച് നൽകും എന്നും കമാൻഡർ മാനസ് പ്രഖ്യാപിച്ചു. തന്റെ പ്രിയപ്പെട്ടവർ ഹോളോഗ്രാമിലൂടെ കൊല്ലപ്പെട്ടു വീഴുന്നത് കണ്ടപ്പോൾ മറിയം കൽപ്പവൃക്ഷത്തിന്റെ ചോട്ടിലായിരുന്നു. കൽക്കി അവതരിക്കുന്ന കാലമാകുമ്പോൾ ഉണങ്ങി നിൽക്കുന്ന കൽപ്പവൃക്ഷം പുനർജീവിക്കും എന്നൊരു വിശ്വാസം ശംബാലക്കുണ്ടായിരുന്നു. റിബൽസിന് 5000 പൗണ്ട് വീതം പ്രഖ്യാപിക്കപ്പെട്ടതോടെ ബൗണ്ടി ഹണ്ടേഴ്സ് അവരെ വേട്ടയാടാൻ ആരംഭിച്ചിരുന്നു. റിബൽസുകൾ പല വഴിക്ക് പിരിഞ്ഞോടി. കൂട്ടത്തിൽ ലൂക്ക് എന്ന റിബൽ ഓടുമ്പോൾ ചെന്നുപെട്ടത് ബുജ്ജി എന്ന് വിളിക്കപ്പെടുന്ന AI കാറിന്റെ മുമ്പിലായിരുന്നു. ബുജ്ജി അതോടെ തന്റെ ഓണർ കൂടിയായ ഭൈരവയെ കളത്തിലിറക്കി. ഭൈരവ ഒരു ബൗണ്ടി ഹണ്ടറാണ്. ചെറിയ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്തി കുറെ യൂണിറ്റ്സ് സമ്പാദിച്ച് എങ്ങനെയും കോംപ്ലക്സിന്റെ അകത്ത് കയറി സുഖമായി ജീവിക്കാൻ പദ്ധതിയിട്ട് നടക്കുന്ന വ്യക്തി. അന്ന് ലൂക്കിനു വേണ്ടി ഭൈരവ ഫൈറ്റിലേക്ക് ഇറങ്ങുകയാണ്. നിരവധി ബൗണ്ടി ഹണ്ടേഴ്സുമായും ഭൈരവ ഫൈറ്റ് ചെയ്തു. ഒടുവിൽ ലൂക്കിനെ കരസ്ഥമാക്കുകയും എതിരാളികളിൽ നിന്ന് യൂണിറ്റ്സ് നേടിയെടുക്കുകയും ചെയ്തു. അപ്പോഴും കോംപ്ലക്സിനകത്ത് പ്രൊജക്ട് കെ തുടരുകയായിരുന്നു. സം 80 എന്ന കോഡ് നമ്പറുള്ള ഒരു ലേഡി അതിനുള്ളിൽ ഉണ്ടായിരുന്നു. ഗർഭിണിയായവരെ, അതായത് കൃത്രിമ ബീജം ഗർഭപാത്രത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെട്ട് ഗർഭം പേറുന്നവരെ പരിപാലിക്കാനായിരുന്നു ബാക്കിയുള്ള സ്ത്രീകൾ അവിടെ ഉപയോഗിക്കപ്പെട്ടിരുന്നത്. സം 80 ആ കൂട്ടത്തിൽ ഒരുവളായിരുന്നു. ഗർഭിണിയായവർക്ക് നല്ല ഭക്ഷണം കിട്ടുമ്പോൾ പരിചരിക്കുന്നവർക്ക് അത്രമേൽ ക്വാളിറ്റിയുള്ള ഭക്ഷണമൊന്നും കിട്ടിയിരുന്നില്ല. പ്രൊജക്ട് കെ അനുസരിച്ച് ഗർഭിണിയായ സ്ത്രീയുടെ വയറ്റിൽ നിക്ഷേപിക്കപ്പെട്ട ഭ്രൂണം 120 ദിവസത്തെയെങ്കിലും വളർച്ച പ്രാപിക്കണം. അതിൽ നിന്ന് അവരെന്തൊക്കെയോ എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. ആ സെറം സുപ്രീം യാസ്കിന് വേണമായിരുന്നു. പക്ഷേ നിലവിൽ ആരും തന്നെ 90 ദിവസം താണ്ടിയിട്ടില്ല. അന്ന് അങ്ങോട്ടേക്ക് കടന്നു വന്ന മാനസ് 90 ദിവസം പ്രായമായ ഗർഭിണിയായ ഒരു സ്ത്രീയിൽ നിന്ന് സെറം എക്സ്ട്രാക്ട് ചെയ്യണം എന്ന് ചീഫ് ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടർ മാനസിനോട് പ്രൊജക്ട് കെ എന്താണെന്നും തനിക്കതിന്റെ വിശദ വിവരങ്ങൾ നൽകിയാലേ ബാക്കി കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ സാധിക്കൂ എന്നും ആവശ്യപ്പെട്ടു. പ്രൊജക്ട് കെയെ പറ്റി അറിയുവാൻ നിങ്ങൾക്ക് യോഗ്യതയില്ലെങ്കിൽ നിങ്ങളത് അറിയില്ല എന്നായിരുന്നു കമാൻഡർ മാനസിന്റെ മറുപടി. വൈകാതെ എക്സ്ട്രാക്ഷൻ സംഭവിക്കുകയാണ്. ഗർഭിണിയായ സ്ത്രീയെ പ്രത്യേകം തയ്യാറാക്കിയ ഒരു ഡിവൈസിനകത്തേക്ക് കയറ്റപ്പെട്ടു. വയറ്റിലേക്ക് കുറെ ഡിവൈസുകൾ കണക്ട് ചെയ്ത് സെറം എക്സ്ട്രാക്ട് ചെയ്തെടുത്തു. തൊട്ടു പിന്നാലെ ആ സ്ത്രീ കൊല്ലപ്പെട്ടിരുന്നു. കൊല്ലപ്പെട്ട സ്ത്രീ ഡിവൈസിനുള്ളിൽ നിന്ന് തന്നെ താഴെ ടണലിലേക്ക് വീണ് അതിലൂടെ തെന്നിയിറങ്ങി കത്തിക്കൊണ്ടിരുന്ന അഗ്നികുണ്ഡത്തിലേക്ക് വന്ന് പതിക്കുന്നുണ്ടായിരുന്നു. എക്സ്ട്രാക്ഷൻ പ്രോസസ്സിനെ ഗർഭിണിയായ ഒരു സ്ത്രീയും അതിജീവിച്ചിരുന്നില്ല. ഇതെല്ലാം സമ്മേറ്റിയുള്ളവർ നോക്കിക്കാണുന്നുമുണ്ട്. പ്രൊജക്ട് കെയെ പറ്റി തനിക്ക് വിവരങ്ങൾ അറിയണം എന്ന് ചീഫ് ഡോക്ടർ ആവശ്യപ്പെട്ടതുകൊണ്ട് മാനസ് അതിന് തയ്യാറാകുന്നു. നിലവിൽ എക്സ്ട്രാക്ട് ചെയ്ത സെറമും എടുത്ത് കൂടെ വരുവാൻ ചീഫ് ഡോക്ടറോട് മാനസ് പറഞ്ഞു. പക്ഷേ സെറം എടുക്കുമ്പോൾ ഡോക്ടർ ആ സെറത്തിനു പകരം പോയിസൺ മാറ്റിവെച്ചിരുന്നു. അങ്ങനെ മാനസിനൊപ്പം കൗൺസിലർ ബാനിയുടെ മുമ്പിലേക്ക് ഡോക്ടർ വന്നെത്തി. വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ കൗൺസിലർ ബാനി അവരിരുവരെയും സുപ്രീം യാസ്കിന്റെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. പ്രത്യേകം തയ്യാറാക്കിയ ഒരിടത്ത് ശരീരത്തിൽ പലതരം ട്യൂബുകൾ ഘടിപ്പിച്ച് യോഗയിൽ ധ്യാനത്തിലെന്ന പോലെ ഇരിക്കുകയായിരുന്നു സുപ്രീം യാസ്കിൻ. എക്സ്ട്രാക്ട് ചെയ്തെടുത്ത സെറം ചോദിച്ച സുപ്രീം യാസ്കിൻ അത് കൊടുത്തപ്പോൾ അത് തന്റെ ശരീരത്തിൽ നെഞ്ചിന്റെ ഭാഗത്ത് കുത്തി. ശരീരത്തിലേക്ക് വിഷാംശം പ്രാപിക്കുന്നത് യാസ്കിന് മനസ്സിലാവുമായിരുന്നു. വെള്ളത്തിലേക്ക് മുങ്ങിത്താണ് യാസ്കിൻ പ്രത്യേകം തയ്യാറാക്കിയായിടത്ത് വെള്ളത്തിൽ നിന്ന് ഉയർന്നു വന്നു. വർഷങ്ങളായി ഒരാളെന്നെ കൊല്ലാൻ നോക്കിയിട്ട് എന്ന് പറഞ്ഞ് മാനസിനെതിരെ യാസ്കിൻ തിരിഞ്ഞെങ്കിലും തന്നെ കൊല്ലാൻ ശ്രമിച്ചത് ഡോക്ടറാണെന്ന് മനസ്സിലാക്കി ഡോക്ടറെ സുപ്രീം യാസ്കിൻ വകവരുത്തി. പിന്നാലെ ഫോർമുല 150 ദിവസം ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ത്രീയെ കണ്ടെത്തുവാൻ മാനസിനടക്കം നിർദ്ദേശം നൽകി സുപ്രീം യാസ്കിൻ ധ്യാനത്തിലേക്ക് മടങ്ങി. ഈ സമയം പ്രൊജക്ട് കെയുടെ ഉള്ളിൽ രഹസ്യമായി മറ്റൊന്ന് നടക്കുന്നുണ്ടായിരുന്നു. സംഭവം എന്തെന്നാൽ സമ്മേറ്റി ഗർഭിണിയാണ്. പക്ഷേ ചെക്കിങ്ങിലൊന്നും അവൾ ഗർഭിണിയാണെന്ന് കാണിക്കുന്നുണ്ടായിരുന്നില്ല. ഏവരിൽ
നിന്നും അവൾ അത് മറച്ചുവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുണ്ടായിരുന്ന സമ്മേറ്റിയുടെ കൂട്ടുകാരി ലില്ലി അത് മനസ്സിലാക്കുന്നുണ്ട്. 150 ദിവസത്തോളം സമ്മേറ്റിയുടെ ഗർഭധാരണം പിന്നിട്ട് കഴിയുകയും ചെയ്തിരുന്നു. പക്ഷേ തന്റെ ഉള്ളിലെ ശിശുവിനോട് ഏറെ സ്നേഹം തോന്നിയിരുന്ന സമ്മേറ്റി അതിനെ വളർത്തണം എന്നാഗ്രഹിച്ചിരുന്നു. അവളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് അവൾക്കുള്ള ഒരേ ഒരു ബന്ധുവായിരുന്നു അവളുടെ ഉള്ളിലെ ആ കുഞ്ഞ്. ലില്ലിയോടും മറ്റാരും അറിയാതെ അത് മറച്ചുവെക്കുവാൻ സമ്മേറ്റി പറഞ്ഞു. മറുവശത്ത് ഭൈരവയാകട്ടെ തന്റെ ജീവിതം തുടരുകയായിരുന്നു. 5000 യൂണിറ്റ്സ് കൊടുത്ത് ഭൈരവ ഒരു മുട്ട വരെ വാങ്ങി ബന്ദിയാക്കിയിരുന്ന ലോക്കിനോട് സംസാരിക്കുമ്പോ ഭൈരവ തന്റെ കഥ പറഞ്ഞു. യുദ്ധത്തിൽ അനാഥനായ ഭൈരവയെ ഒരു ക്യാപ്റ്റനായിരുന്നു രക്ഷപ്പെടുത്തിയത്. എല്ലാ ആയോധന കലകളും തന്ത്രങ്ങളും ഒക്കെ പഠിപ്പിച്ചതും ഭൈരവയെ വളർത്തിയതുമൊക്കെ ആ ക്യാപ്റ്റനാണ്. പക്ഷേ ചൂതുകളിക്കാരനൊക്കെയായിരുന്ന ക്യാപ്റ്റൻ എങ്ങനെയും യൂണിറ്റ്സ് ഉണ്ടാക്കി കോംപ്ലക്സിൽ കയറണം എന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. ഒരു ഘട്ടത്തിൽ ഭൈരവയെപ്പോലും ചൂതിന് പന്തയം വെച്ച് അയാൾ കളിച്ചു. പക്ഷേ അത് മനസ്സിലാക്കിയ ഭൈരവ പിടികിട്ടാപ്പുള്ളിയായ ക്യാപ്റ്റനെ കോംപ്ലക്സിന് പിടിച്ചുകൊടുത്ത് കുറെ യൂണിറ്റ്സ് നേടി. തന്നെ ക്യാപ്റ്റൻ തല്ലുമെന്ന് കരുതിയെങ്കിലും ഭൈരവയെ ക്യാപ്റ്റൻ എന്ന് തലയിൽ തലോടി ആശ്വസിപ്പിച്ചു. നീ ചെയ്തതാണ് ശരിയെന്നും ഇങ്ങനെയേ ഈ ലോകത്ത് സർവൈവ് ചെയ്യാൻ പറ്റൂ, മാറരുത്, ഇതുപോലെ സ്വാർത്ഥനായിരിക്കണം എന്നും പ്രത്യേകം പറഞ്ഞു. അന്നു മുതൽ ഭൈരവ സ്വാർത്ഥനാണ്. സ്വന്തം കാര്യം മാത്രമേ ഭൈരവയ്ക്കുള്ളൂ. കുറെ ബൗണ്ടി കളക്ട് ചെയ്ത് യൂണിറ്റ്സ് നേടി എങ്ങനെയും കോംപ്ലക്സിനുള്ളിൽ കയറണം, അത് മാത്രമാണ് ഭൈരവ ആഗ്രഹിക്കുന്നതും. ഭൈരവ ഒരു സ്ഥലത്ത് വാടകയ്ക്ക് താമസ സ്ഥലം എടുത്തിരുന്നു. പക്ഷേ വാടക പോലും കൊടുക്കാതാണ് അവിടെ ജീവിക്കുന്നത്. നിരവധി പേരോട് കടം വാങ്ങി കബളിപ്പിക്കുന്ന ഭൈരവയെ തേടി അങ്ങോട്ടേക്ക് പലരും എത്തിയിരുന്നു. ആ കൂട്ടത്തിൽ റോക്സി എന്നൊരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. പ്രണയം നടിച്ച് അവളുടെ യൂണിറ്റ്സും ഭൈരവ കവരാൻ നോക്കിയിരുന്നു. റോക്സി അന്ന് അവിടെ വന്ന് ഭൈരവയോട് സംസാരിക്കുമ്പോൾ തനിക്ക് കോംപ്ലക്സിനകത്ത് ജോലി കിട്ടി, ഇനി നമ്മൾ കാണില്ലെന്ന് ദേഷ്യത്തോടെ പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും കോംപ്ലക്സിനകം കാണാൻ ആഗ്രഹിച്ചിരുന്ന ഭൈരവ റോക്സിയുടെ കാല് പിടിച്ചു. റോക്സിയോട് പ്രണയമാണെന്ന് വരെ പറഞ്ഞ് റോക്സിയുടെ കൂടെ ജോലിക്കാരനായി കോംപ്ലക്സിനകത്ത് കയറാൻ അവസരം ചോദിച്ചു. ഭൈരവയുടെ പ്രണയം പറച്ചിലും വളച്ചെടുക്കലിലും റോക്സിയും വീണു. അങ്ങനെ 1 മണിക്കൂർ നേരത്തേക്ക് ജോലിക്കായി കോംപ്ലക്സിനകത്ത് കയറാൻ ഭൈരവയ്ക്ക് അനുവാദം ലഭിച്ചു. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി ഭൈരവ കോംപ്ലക്സിനകത്തെത്തി. കോംപ്ലക്സ് മുഴുവൻ ചുറ്റിക്കാണണം എന്ന് ഭൈരവയ്ക്കുണ്ടായിരുന്നു. റോക്സിയുടെ വാക്ക് കേൾക്കാതെ കോംപ്ലക്സ് എന്താണ് എന്ന് ഭൈരവ ചുറ്റിക്കണ്ടു. ലോകം മുഴുവൻ ആ വലിയൊരു കെട്ടിടത്തിനകത്തേക്ക് ചുരുങ്ങിയതുപോലായിരുന്നു അത്. അവിടെ ഇല്ലാത്തതായി മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയ കടൽ വരെ അതിനകത്തുണ്ടായിരുന്നു. തോട്ടങ്ങൾ, പഴങ്ങൾ, പക്ഷികൾ, ജീവജാലങ്ങൾ, എന്തിനേറെ പറയുന്നു, പണക്കാർ ജീവിക്കുന്ന ഒരു സ്വർഗമായിരുന്നു അത്. പക്ഷേ ഭൈരവയും റോക്സിയും പിടികൂടപ്പെട്ട് പുറത്താക്കപ്പെട്ടു. ഇതേ സമയം വ്യത്യസ്തമായൊരു വസ്തു കൗൺസിലർ ബാലി കാശിയിൽ നിന്ന് കണ്ടെടുക്കുകയായിരുന്നു. വലിയൊരു അസ്ത്രമായിരുന്നു അത്. ഇതൊരു സൂചനയാണ് എന്ന് ബാലി അപ്പോൾ പറയുന്നുമുണ്ട്. വൈകാതെയാണത് സംഭവിക്കുന്നത്. സമ്മേറ്റി ഗർഭിണിയാണ് എന്നവിടുത്തെ ഒരു ഗാർഡ് മനസ്സിലാക്കി. മറുവശത്ത് കാശിയിൽ ബൗണ്ടി പ്രഖ്യാപിച്ചതുകൊണ്ട് മറഞ്ഞു കഴിയുകയായിരുന്ന റയ്യ ഒരു ബൗണ്ടി ഹണ്ടറുടെ മുമ്പിൽ ചെന്ന് പെട്ടു. അവരിൽ നിന്ന് രക്ഷപ്പെടാൻ റയ്യ ഓടി ഒളിക്കുകയാണ്. റയ്യ ഓടിയെത്തിയത് കാശിയിലെ ഒറ്റപ്പെട്ട് കിടന്ന ഒരു ക്ഷേത്രത്തിനകത്തേക്കായിരുന്നു. ആ ക്ഷേത്രത്തിനകത്ത് ആ സമയത്ത് കണ്ണുമാത്രം പുറത്തു കാണുന്ന രീതിയിൽ മൊത്തം ശരീരം കൊണ്ട് ചുറ്റിമറച്ച് പടുവൃത്തനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. കയ്യിൽ ഒരു ഊന്നുവടിയും താങ്ങിക്കൊണ്ട് അദ്ദേഹം റയ്യയുടെ അടുത്തേക്ക് ചെന്നു. അത് അശ്വത്ഥാമയായിരുന്നു. റയ്യയെ പിടിക്കാമെന്ന റോബോട്ടിനെ അശ്വത്ഥാമ തച്ചുടച്ചു കളഞ്ഞു. മയങ്ങി വീണ റയ്യയെ അശ്വത്ഥാമ പരിപാലിച്ചു. മറുവശത്ത് അപ്പോഴേക്കും സമ്മേറ്റിയെ എക്സ്ട്രാക്ട് ചെയ്യുവാൻ വേണ്ട നടപടിയിലേക്ക് കമാൻഡർ മാനസിന്റെ നേതൃത്വത്തിൽ കാര്യങ്ങൾ നീങ്ങിയിരുന്നു. എക്സ്ട്രാക്ഷൻ പ്രോസസ് ആരംഭിച്ച് ഒരു തുള്ളി സെറം രൂപപ്പെട്ടു കഴിഞ്ഞതും പെട്ടെന്ന് അവിടെ പവർ ഫെയിലിയർ സംഭവിച്ചു. ഡിവൈസിനുള്ളിൽ നിന്നും സമ്മേറ്റി താഴെ ടണലിലേക്ക് വീണു. തീക്കുണ്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കൃത്യസമയം അങ്ങോട്ടേക്കെത്തി ലില്ലി സമ്മേറ്റിയെ രക്ഷപ്പെടുത്തുകയാണ്. ലില്ലിയായിരുന്നു സമ്മേറ്റിയെ രക്ഷപ്പെടുത്താൻ അതൊക്കെ ചെയ്തതും. ആ സമയം ലില്ലി താനാരാണ് എന്ന കാര്യം വെളിപ്പെടുത്തി. ലില്ലി യാഥാർത്ഥ്യത്തിൽ പ്രോജക്ട് കെ എന്തെന്നറിയുവാൻ കോംപ്ലക്സിനകത്ത് സ്പൈയായി ജോലി നോക്കിയിരുന്ന ശംബാലയുടെ റിബലായിരുന്നു. കോംപ്ലക്സിനകത്തു നിന്നും പുറത്തേക്ക് പോകുവാൻ ഒരു രഹസ്യ പാതയുണ്ട്, ഒരു ടണൽ വഴി. അതുവഴി ലില്ലി സമ്മേറ്റിയെ പുറത്തേക്ക് എത്തിക്കുവാൻ നോക്കുന്നു. പക്ഷേ രക്ഷപ്പെടാനുള്ള ആ ശ്രമത്തിനിടയിൽ ഒരു ഗാർഡിനെ എതിരിടേണ്ടി വന്നതുകൊണ്ട് ലില്ലി അവിടെ പെട്ടുപോയി. ഈ സമയം കാശിയിൽ മുഴുവനായും ഭഗവാന്റെ പുനർജന്മത്തിന്റെ സൂചനകൾ രൂപപ്പെടുന്നുണ്ടായിരുന്നു. കൗൺസിലർ ബാലി കണ്ടെടുത്ത് സൂക്ഷിച്ച് ആ അസ്ത്രത്തിന് പ്രത്യേക പവർ വന്നു. അർജുനന്റെ അസ്ത്രം ഗാന്ധീവം. രക്ഷപ്പെട്ടു വരുന്ന സമ്മേറ്റിയെ കൊണ്ടുപോകുവാൻ ശംബാലയുടെ റിബൽസായ കൈറനും വീരനും ലില്ലി പറഞ്ഞതിൻ പ്രകാരം ടണലിന് വെളിയിൽ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. പ്രതിസന്ധികളെ അതിജീവിച്ച് തീക്കൂടിനുള്ളിലൂടെ ദേഹത്തൊരു പൊള്ളൽ പോലും ഏൽക്കാതെ നടന്ന് സമ്മേറ്റി
മാറ്റി പുറത്തെത്തി. ഈ സമയം റയ്യയിൽ നിന്ന് കാര്യങ്ങൾ കേട്ടറിഞ്ഞ് കൽക്കിയുടെ അവതാരത്തിന് സമയമായിരിക്കുന്നു എന്ന് അശ്വത്ഥാമ മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല യാദൃച്ഛികമായി റയ്യയുടെ കയ്യിൽപ്പെട്ട് അങ്ങോട്ടേക്ക് എത്തിച്ചേർന്ന തന്റെ ശിവമണി പ്രകാശിക്കുന്നതും അശ്വത്ഥാമ നോക്കിക്കണ്ടു. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞ സമയം എത്തിയിരിക്കുന്നു. ഭഗവാന്റെ അമ്മയെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് താനാണ് എന്ന് അശ്വത്ഥാമ മനസ്സിലാക്കി റയ്യയിൽ നിന്നും ശിവമണിയെടുത്ത് തന്റെ മുഖത്തേക്ക് അദ്ദേഹം പതിപ്പിച്ചു. മുറിപ്പാടുകളൊക്കെയും മാഞ്ഞ് മുഖം വെളിച്ചം പ്രാപിച്ചിരുന്നു. അത് കണ്ട് റയ്യ അടക്കം അതിശയിക്കുന്നുണ്ട്. റയ്യ അശ്വത്ഥാമാവിനോട് ആരാണെന്ന് ചോദിച്ചു. തിരിഞ്ഞ് അശ്വത്ഥാമാവ് പറഞ്ഞു, ദ്രോണാചാര്യരുടെ പുത്രൻ, പേര് അശ്വത്ഥാമ. സമ്മേറ്റ് രക്ഷപ്പെട്ടു പോയ വിവരം വൈകാതെ കമാൻഡർ മാനസിന്റെ അടുത്തെത്തി. ആ സമയമായിരുന്നു കൗൺസിലർ ബാലി മാനസിനെ വിളിപ്പിക്കുന്നത്. അതിശയകരമായ കാര്യങ്ങൾ നടക്കുന്നുവെന്നും പ്രവചനങ്ങൾ സംഭവിക്കുന്നുവെന്നും ബാലി മാനസിനോട് പറഞ്ഞു. തലേ ദിവസം മുതൽ ഗാന്ധീപത്തിന് ശക്തി വന്നു തുടങ്ങിയ കാര്യം തെളിവടക്കം ബാലി മാനസിനെ കാണിച്ചു കൊടുത്തു. മനുഷ്യന്മാർക്കും യന്ത്രത്തിനും പോലും എടുത്തുയർത്താൻ പറ്റാത്ത തരമൊരു പവർ ഗാന്ധീപത്തിന് വന്നു കഴിഞ്ഞിരുന്നു. ഇതേ സമയം സമ്മേറ്റിയെ രക്ഷപ്പെടുത്തി കൈറയും വീരനും അജുവും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രൊജക്ട് കെയെ പറ്റിയൊക്കെ ചോദിച്ചെങ്കിലും തനിക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്ന് സമ്മേറ്റി പറഞ്ഞു. കൈറ വന്ന് ഏറെ സ്നേഹത്തോടെ സമ്മേറ്റിയോട് സംസാരിച്ചു. സമ്മേറ്റിയുടെ പേര് മാറ്റി സുമതി എന്ന് അവൾ വിളിച്ചു. സുമതിയെ ശംബാലയിലേക്ക് കൊണ്ടുപോകുമെന്നും ശംബാലയിൽ സുമതി സുരക്ഷിതയായിരിക്കുമെന്നും അവിടെ വെച്ച് കുട്ടിക്ക് ജന്മം നൽകാം എന്നും കൈറ പറയുന്നുണ്ട്. പക്ഷേ യാത്രാമധ്യേ അവരുടെ വാഹനം റൈഡേഴ്സ് സംശയം തോന്നി തിരച്ചിലിനായി നിർത്തി. സുമതിയെ രക്ഷപ്പെടുത്താൻ കൈറയ്ക്കും മറ്റുള്ളവർക്കും റൈഡേഴ്സിനോട് ഏറ്റുമുട്ടേണ്ടി വരികയാണ്. അതോടെ വാർണിംഗ് മെസ്സേജ് കോംപ്ലക്സിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. സമ്മേറ്റിയെ പിടികൂടുന്നവർക്ക് 5 മില്യൺ യൂണിറ്റ്സ് പ്രഖ്യാപിക്കപ്പെട്ടു. അതായത് സമ്മേറ്റിയെ പിടികൂടിക്കഴിഞ്ഞാൽ നേരിട്ട് കോംപ്ലക്സിൽ കയറാനാകും. അതോടെ ഭൈരവ അടക്കമുള്ള ബൗണ്ടി ഹണ്ടേഴ്സ് സമ്മേറ്റിക്ക് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുകയാണ്. കൂട്ടത്തിൽ കോംപ്ലക്സിന്റെ കാവൽക്കാരായ റൈഡേഴ്സും ഉണ്ടായിരുന്നു. പിന്നെ നടന്നത് വലിയ ഏറ്റുമുട്ടലുകളാണ്. ഏറ്റുമുട്ടലുകളിൽപ്പെട്ട് സുമതിക്കും ശംബാലയ്ക്കും വേണ്ടി കൈറ തന്റെ ജീവൻ ബലി നൽകി. റൈഡേഴ്സ് വീരയെ കൊല്ലാൻ തയ്യാറായി നിന്ന സമയത്താണ് അങ്ങോട്ടേക്ക് റയ്യ കടന്നു വരുന്നത്. റയ്യയുടെ കൂടെ അങ്ങോട്ടേക്ക് ഭീമാകാരനായ ഒരു മനുഷ്യനുമുണ്ടായിരുന്നു. അതിശക്തമായ പവറുകളുള്ള അമരത്വമുള്ള അശ്വത്ഥാമ. അശ്വത്ഥാമ എത്രമേൽ കരുത്തനാണ് എന്ന് തെളിയിക്കുന്ന ഏറ്റുമുട്ടലുകളായിരുന്നു അത്. എതിരാളികളെ മുഴുവൻ അശ്വത്ഥാമ വകവരുത്തി. സുമതിയുടെ മുമ്പിലേക്കെത്തിയ അശ്വത്ഥാമ സുമതിക്ക് മുമ്പിൽ തന്റെ തല വണങ്ങി. സുമതിയെ ആക്രമിക്കാൻ അപ്പോഴേക്കും ഭൈരവയും മറ്റ് സംഘങ്ങളും എത്തിത്തുടങ്ങുകയായിരുന്നു. അശ്വത്ഥാമ വീണ്ടും പോരിനിറങ്ങി എതിരാളികളെ തേർത്തൊടുക്കി. പക്ഷേ ഭൈരവയുമായുള്ള അശ്വത്ഥാമയുടെ പോരാട്ടം കുറച്ച് സങ്കീർണമായിരുന്നു. പക്ഷേ അവിടെയും അശ്വത്ഥാമ തന്നെ വിജയിച്ചു. പിന്നാലെ കൗൺസിലർ ബാലിക്കടുത്തേക്ക് റൈഡേഴ്സിനെ അടിച്ചു തുരത്തിയ അശ്വത്ഥാമയെ പറ്റിയുള്ള വിവരമെത്തുകയാണ്. അശ്വത്ഥാമയുടെ വർണ്ണനകൾ കേട്ടതും അമരത്വമുള്ള അശ്വത്ഥാമയാണത് എന്ന് ബാലി മനസ്സിലാക്കി. 6000 വർഷങ്ങൾക്കിപ്പുറം വിശിഷ്ട അശ്വിനി നക്ഷത്രം പിറക്കാൻ പോകുന്നു. അതായത് ഭഗവാൻ പിറകൊള്ളാൻ പോവുകയാണ്. കണ്ടെടുക്കപ്പെട്ട ഗാന്ധീവവും അതിന് കൈവന്ന ശക്തിയും പ്രഗ്നന്റായ ലേഡിയും അശ്വത്ഥാമാവും ഒക്കെ സൂചിപ്പിക്കുന്നത് അതാണ്. ആ കുട്ടി ജനിച്ചു വീണാൽ സുപ്രീമിന് ആപത്താണ്. അതുകൊണ്ട് ആ കുട്ടിയുടെ ജന്മം തടയണം എന്ന് ബാലി മാനസിനോട് പറഞ്ഞു. ഇതേ സമയം സുമതിയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയായിരുന്ന ശംബാലയുടെ റിബലായ വീരൻ മഞ്ഞില്ലാതായ ഹിമാലയ സാനുക്കളിലേക്ക് എത്തിയിരുന്നു. അവിടെ മലകൾക്ക് നേരെ വണ്ടിയോടിച്ച് പുറം ലോകത്തു നിന്നും ശംബാലയിലെ ടെക്നോളജി കൊണ്ട് മറച്ചുവെച്ച ശംബാല നഗരത്തിലേക്ക് അവർ എത്തിച്ചേരുകയാണ്. കൃത്യം ആ സമയം കൽപ്പവൃക്ഷത്തിൽ ഒരു മുള പൊട്ടിയിരിക്കുന്നത് ശംബാലയുടെ ലീഡർ മറിയം നോക്കിക്കാണുന്നുണ്ട്. അങ്ങോട്ടേക്കെത്തിയ അശ്വത്ഥാമാവിനെ കണ്ട് ഏവരും ഒന്ന് ഞെട്ടിയിരുന്നു. പക്ഷേ ശംബാലയിലെ ചീഫ് കമാൻഡറായിട്ടുള്ള വ്യക്തിയൊക്കെ സുമതിയെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതിന് വീരനോട് തർക്കിക്കാൻ ആരംഭിച്ചു. സുമതിക്ക് 5 മില്യൺ യൂണിറ്റ്സ് വിലയിട്ടിട്ടുണ്ടെന്നും ബൗണ്ടി ഹണ്ടേഴ്സ് ഒക്കെ അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് എത്തുമെന്നും ശംബാല അപകടത്തിലാകും എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു അത്. പക്ഷെ വന്നിരിക്കുന്നത് ശംബാലയുടെ വിശ്വാസത്തിൽ ഊന്നിയ അമ്മയാണെന്ന് വൈകാതെ വ്യക്തമാവുകയായിരുന്നു. സുമതി കാലുകുത്തിയതും ശംബാലയിൽ മഴ പെയ്തു. പുരാണങ്ങളിൽ പറഞ്ഞിരുന്ന സൂചന. ശംബാല ഒട്ടുക്കും വന്ന് ആദരവോടെ സുമതിയെ വരവേൽക്കാൻ ആരംഭിച്ചു. സുമതിയുടെ പ്രൊട്ടക്ഷന് അശ്വത്ഥാമാവ് കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ആക്രമണത്തിൽപ്പെട്ട് കെട്ടിടത്തിനടിയിൽപ്പെട്ടുപോയ ഭൈരവ എഴുന്നേറ്റു വന്നു. റൈഡേഴ്സ് ഭൈരവയെ കണ്ടിരുന്നു. ഭൈരവയാണ് റൈഡേഴ്സിനെ അറ്റാക്ക് ചെയ്തതിൽ ഒരാൾ എന്ന തരത്തിൽ ചിന്തിച്ച റൈഡേഴ്സിന്റെ ഒരു നേതാവ് ഭൈരവയെ കോംപ്ലക്സിൽ നിന്നും പെർമനന്റ് ബാൻ ചെയ്തു. അവന്റെ യൂണിറ്റ്സും കണ്ടുകെട്ടി. ആകെ തകർന്നായിരുന്നു ഭൈരവ തന്റെ ഇടത്തേക്ക് മടങ്ങിയെത്തുന്നത്. ഭുജിയും ആകെ തകർന്നു കഴിഞ്ഞിരുന്നു. ഇനി ഒരിക്കലും കോംപ്ലക്സിൽ കയറാൻ പറ്റില്ല എന്ന തരത്തിൽ പറഞ്ഞ് ഭൈരവ നിരാശനായിരിക്കുന്നതൊക്കെ അവിടെ ബന്ദിയായിട്ടുള്ള ലൂക്ക് കാണുന്നുണ്ട്. ലൂക്ക് അതോടെ ഭൈരവയോട് തങ്ങളുടെ കൂടെ
ശംബാലയുടെ പോരാളിയായിക്കൂടെ എന്ന തരത്തിൽ ചോദിക്കുന്നു. ശംബാലയിലേക്ക് ഭൈരവയെ താൻ കൊണ്ടുപോകാം എന്ന് ലൂക്ക് പറയുന്നുമുണ്ട്. ഈ സമയം പഴയൊരു ഓർമ്മ ഭൈരവയുടെ ഉള്ളിലേക്ക് വന്നു. അന്ന് അവിടെ വെച്ച് ഭൈരവ പിടിക്കപ്പെടുമ്പോൾ ഹോളോഗ്രാമിലൂടെ വന്ന് മാനസ് നിർദ്ദേശം കൊടുക്കുന്നുണ്ടായിരുന്നു. അവളെ ശംബാലയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാകും, അവളെ എങ്ങനെയും പിടികൂടണമെന്ന്. ഭൈരവ അത് കേട്ട് മുന്നിട്ട് വരികയും കമാൻഡർ മാനസിനോട് നേരിട്ട് സംസാരിക്കുകയും ചെയ്തു. അവരുടെ കൂട്ടത്തിൽ അശ്വത്ഥാമാവിനോട് അത്രയെങ്കിലും പിടിച്ചു നിന്നത് താനാണെന്നും തനിക്ക് മാത്രമേ ശംബാലയിൽ നിന്നും സുമതിയെ തിരികെ കൊണ്ടുവരാൻ സാധിക്കൂ എന്നുമായിരുന്നു അത്. മാനസ് ഭൈരവയ്ക്കൊരു ഓഫർ കൊടുത്തു. അത്തരത്തിൽ സുമതിയെ ഭൈരവ കൊണ്ടുവന്നാൽ ഭൈരവയെ കൈപിടിച്ച് കോംപ്ലക്സിലേക്ക് താൻ തന്നെ കയറ്റും എന്നതായിരുന്നു അത്. ലൂക്ക് ശംബാലയിലേക്ക് തന്നെ കൊണ്ടുപോകാമെന്ന് പറയുന്നു കേട്ടതും ഭൈരവ അത് മനസ്സിലുറപ്പിച്ചു. ലൂക്കിനടുക്കൽ അത്തരത്തിൽ സംസാരിച്ച് ഭൈരവ കൂടുതൽ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. മറുവശത്ത് ശംബാലയിൽ സുമതി ആദരിക്കപ്പെടുകയായിരുന്നു. സുമതി അവിടെ ജീവിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം റയ്യ അശ്വത്ഥാമാവിനടുത്തെത്തി അശ്വത്ഥാമാവിനോട് സംസാരിച്ചു. അശ്വത്ഥാമാവിന്റെ ഊന്നുപടി അവൾ പിടിക്കാൻ നോക്കിയപ്പോൾ അശ്വത്ഥാമാവ് അത് മാറ്റി. ആ പൊട്ടപടിയൊക്കെ കളഞ്ഞ് ശംബാലയുടെ ആയുധമെടുക്കുവാൻ റയ്യ അശ്വത്ഥാമാവിനോട് പറഞ്ഞു. അപ്പോഴാണ് അതൊരു സാധാരണ ഊന്നുപടിയല്ല, പുരാതന യുദ്ധങ്ങളിൽ ഉപയോഗിക്കപ്പെട്ട ആയുധമാണ് എന്ന് അശ്വത്ഥാമ പറയുന്നത്. ആ യുദ്ധത്തെപ്പറ്റി റയ്യ കൂടുതൽ ചോദിച്ചു. താൻ പരാജയപ്പെട്ടെന്ന് അശ്വത്ഥാമ പറഞ്ഞപ്പോ അങ്കിള് പരാജയപ്പെട്ടെന്നോ? ആരാ തോപ്പിച്ചെ എന്നായി റയ്യ. ഗാന്ധീവധാരി കുന്തിപുത്രൻ അർജുനൻ എന്നായിരുന്നു അശ്വത്ഥാമാവിന്റെ മറുപടി. അശ്വത്ഥാമാവിന്റെ രഥം തകർത്ത അർജുനൻ ഗാന്ധീവം ഉപയോഗിച്ച് അശ്വത്ഥാമാവിന് നേരെ വില്ലെയ്തു. ബ്രഹ്മാവ് നിർമ്മിച്ച ഗാന്ധീവത്തിൽ നിന്നുതിർന്ന വില്ല് തടുക്കുവാൻ ആർക്കും സാധിക്കില്ല എന്നും അർജുനൻ പറയുന്നുണ്ടായിരുന്നു. ഓ, അപ്പോ അർജുനനാണല്ലേ ബെസ്റ്റ്? റയ്യ ചോദിച്ചു. അല്ലെന്നായിരുന്നു അശ്വത്ഥാമാവിന്റെ മറുപടി. ശക്തനായ മറ്റൊരാൾ, അർജുനനേക്കാൾ ശക്തിയേറിയവൻ, എന്റെ പ്രിയപ്പെട്ട മിത്രം, അദ്ദേഹത്തിന് എന്തുപറ്റി? റയ്യ ചോദിച്ചു. അശ്വത്ഥാമാവ് പറഞ്ഞു, കർമ്മഫലം. അദ്ദേഹത്തെ പോലൊരു ധീരയോദ്ധാവിന് സംഭവിക്കാൻ പാടില്ലാത്ത അന്ത്യം. ഈ ആയുധം അദ്ദേഹത്തിന്റേതാണ്, അർജുനന്റെ ഗാന്ധീവത്തേക്കാൾ ശക്തിയേറിയത്. റയ്യ അതിശയത്തോടെ അശ്വത്ഥാമാവിന്റെ ഊന്നുപടിയായിട്ടുള്ള ആ അസ്ത്രത്തിലേക്ക് നോക്കി. ഇതെന്താ പിന്നെ യൂസ് ചെയ്യാത്തെങ്കിൽ? നിഷ്കളങ്കമായി അവൾ ചോദിച്ചു. ഇത് അദ്ദേഹത്തിനെ ഉപയോഗിക്കാനാവൂ, അദ്ദേഹമില്ലെങ്കിൽ ഇതിന് ശക്തിയില്ല. ഇതിപ്പോൾ ഒരു വൃദ്ധന്റെ ഊന്നുപടി മാത്രമാണ്. മറുവശത്ത് ഭൈരവയാകട്ടെ ഭുജിയെ റീക്രിയേറ്റ് ചെയ്യുകയായിരുന്നു. ചിലതൊക്കെ ഭൈരവ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞിരുന്നു. വൈകാതെ ഭുജി 2.0 തയ്യാറായി. വൈകാതെ ലൂക്കിന്റെ സഹായത്തോടെ ശംബാലയിലേക്കും ഭുജിയുടെ കൂടെ തന്നെ ഭൈരവ വന്നെത്തുകയാണ്. ശംബാലയിലെ സോൾജിയേഴ്സ് ഭൈരവയെ തടക്കാൻ നോക്കിയെങ്കിലും ഭൈരവ നമ്മുടെ ആളാണ് എന്ന് പറഞ്ഞ ലൂക്ക് അകത്തേക്ക് കൊണ്ടുവന്നു. പക്ഷെ അകത്തെത്തിയതും ഗാർഡുകളെയൊക്കെ മയക്കി വീഴ്ത്തി, ലൂക്കിനെ തന്നെ മയക്കി വീഴ്ത്തി സുമതിയെ തിരഞ്ഞ് ഭൈരവ പോവുകയാണ്. ആരുടെയും കണ്ണിൽപ്പെടാതിരിക്കാൻ അശ്വത്ഥാമാവിന്റെ രൂപവും ടെക്നോളജിയുടെ സഹായത്താൽ ധരിച്ചായിരുന്നു ഭൈരവ മുമ്പോട്ട് ചെന്നത്. സുമതിയെയും കൊണ്ട് പുറത്തേക്ക് വരികയായിരുന്ന യഥാർത്ഥ അശ്വത്ഥാമാവ് തന്റെ എതിരിൽ വന്ന് നിൽക്കുന്ന തന്റെ അതേ രൂപത്തിലുള്ള ഭൈരവയെ കണ്ടു. പിന്നെ അവിടെ നടന്നത് അവർ രണ്ടുപേർ തമ്മിലുള്ള ശക്തമായ പോരാട്ടമായിരുന്നു. ഒരു ഘട്ടത്തിൽ ദണ്ടുപയോഗിച്ച് അശ്വത്ഥാമാവ് ഭൈരവയെ പുറത്തു ചാടിച്ചു. ഭൈരവയ്ക്കെതിരെ ദണ്ട് വലിച്ചെറിഞ്ഞപ്പോൾ ആ ദണ്ട് കോണിപ്പടികളിൽ വീണുകിടക്കാനും ആരംഭിച്ചു. അവർ തമ്മിലുള്ള ശക്തമായ പോരാട്ടം തുടരുമ്പോഴേക്ക് ഭൈരവയെ ട്രാക്ക് ചെയ്ത് ഭൈരവയുടെ നിർദ്ദേശം കിട്ടിയതിനെ തുടർന്ന് കമാൻഡർ മാനസും സംഘവും വാഹനങ്ങളിൽ ശംബാല ആക്രമിക്കാൻ ശംബാലയുടെ കവചം തകർത്ത് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടായിരുന്നു. പിന്നാലെ സുമതിയെ രക്ഷപ്പെടുത്താനും സുപ്രീമിനെതിരെ ഫൈറ്റ് ചെയ്യാനും ശംബാലയിലെ സോൾജിയേഴ്സ് ഇറങ്ങി. ആധുനിക ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ശക്തമായ ഏറ്റുമുട്ടലുകൾ നടന്നു. ഏറ്റുമുട്ടലിനിടയിൽ മാനസിന്റെ കൈകൊണ്ട് ശംബാലയുടെ ലീഡറായ മറിയം കൊല്ലപ്പെട്ടു. പക്ഷേ സുമതിയെ രക്ഷപ്പെടുത്തി വിടുകയായിരുന്ന വാഹനം ഒരു റൈഡർ വെടിവെച്ചു വീഴ്ത്തിയിരുന്നു. സുമതി അതിൽ നിന്ന് ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കാൻ ആരംഭിച്ചു. ഒടുവിൽ ഭൈരവയും അശ്വത്ഥാമയും കൂടി ചേർന്നിട്ടായിരുന്നു താഴേക്ക് പതിക്കാതെ സുമതിയെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. മുകളിലേക്ക് പൊക്കിയെടുത്ത ഭൈരവയെ അശ്വത്ഥാമ ഇടിച്ച് കൽപ്പവൃക്ഷത്തിന്റെ ഭാഗത്തുള്ള കോണിപ്പടിയിലേക്കിട്ടു. അവിടെ തൊട്ടടുത്തായി അശ്വത്ഥാമയുടെ ദണ്ട് കിടക്കുന്നുണ്ടായിരുന്നു. ഭൈരവയെ കൊല്ലാൻ അശ്വത്ഥാമ നടന്നു ചെല്ലുമ്പോൾ കമാൻഡർ മാനസ് ടെക്നോളജി കൊണ്ടുണ്ടാക്കിയെടുത്ത കുറച്ച് വെപ്പൺസ് അശ്വത്ഥാമയുടെ മേൽ പ്രയോഗിച്ചു. അതിൽപ്പെട്ട് അശ്വത്ഥാമ ബന്ദിയായി നിൽക്കാൻ ആരംഭിച്ചു. പിന്നാലെ താഴേക്കിറങ്ങി വന്ന കമാൻഡർ മാനസ് സുമതിയെ വലിച്ചിഴച്ച് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അശ്വത്ഥാമ ബന്ദിയായി നിന്ന് രോഷത്തോടെ അലറുന്നുണ്ടായിരുന്നു. പക്ഷേ അശ്വത്ഥാമയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഈ സമയമാണ് അശ്വത്ഥാമയുടെ ഊന്നുവടിയായിട്ടുള്ള ദണ്ട് ഭൈരവയുടെ കയ്യിൽ വന്ന് വീഴുന്നത്. പെട്ടെന്ന് അതിൽ നിന്നും ഒരു ശക്തി ദണ്ടിലേക്ക് പാഞ്ഞു കയറി. ആ അസ്ത്രം പുനർജനിക്കുകയായിരുന്നു. ആ അസ്ത്രത്തിന്റെ ശക്തി ഭൈരവയിലും നിറയാൻ ആരംഭിച്ചു. ഭൈരവ അസ്ത്രം വലിച്ചെറിഞ്ഞു
പൊട്ടിച്ചെറിഞ്ഞു. കമാൻഡർ മാനസിന്റെ അകമ്പടി വാഹനങ്ങളെ തകർത്ത് ഭൈരവയുടെ കയ്യിൽ തന്നെ അത് തിരികെ എത്തിച്ചേർന്നിരുന്നു. അതിശയത്തോടെ അശ്വത്ഥാമാവ് അത് നോക്കിക്കണ്ടു. ഭൈരവയ്ക്ക് കൈവന്ന ശക്തി അശ്വത്ഥാമാവിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു. അശ്വത്ഥാമാവിന് മുകളിലൂടെ ഉയർന്നു ചാടി മാനസിനെ കൊല്ലുവാൻ ഭൈരവ തയ്യാറെടുത്തപ്പോൾ കുരുക്ഷേത്ര യുദ്ധം അശ്വത്ഥാമാവിന്റെ ഉള്ളിലേക്ക് ഓടിയെത്തി. ഗാന്ധീവത്തിൽ നിന്നും അശ്വത്ഥാമാവിനെ കൊല്ലുവാൻ അർജുനൻ അമ്പെയ്ത നേരം അത്രയും പവർഫുള്ളായ ആ ആയുധത്തെ തകർക്കുവാൻ സാധിക്കുന്ന ഒരു ശക്തി അശ്വത്ഥാമാവിന് മുകളിലൂടെ ചാടി വീണ് അതിനെ എതിർത്തു നിന്നു. അശ്വത്ഥാമാവിന് മുകളിലൂടെ തന്റെ രഥം ചാടിച്ച് ആത്മമിത്രം മുമ്പിലെത്തിയിരുന്നു. അശ്വത്ഥാമാവിന് മുകളിലൂടെ മാനസിന് മുന്നിലേക്ക് ചാടിയെത്തിയ ഭൈരവ മാനസിനെ കൊല്ലുകയാണ്. ശേഷം വീണുകിടന്ന സുമതിയെ തന്റെ കൈകളിലെടുത്ത് താഴേക്ക് ഭൈരവ നടന്നു വരാൻ തുടങ്ങി. പെട്ടെന്നാണ് ഭുജി ഭൈരവയ്ക്ക് മുമ്പിൽ പറന്നിറങ്ങുന്നത്. ഭൈരവ വാ, വേഗം പോവാം. ഭുജി പറഞ്ഞതും തന്റെ ശരീരത്തിൽ നിന്നും ബാധ വിട്ടൊഴിഞ്ഞെന്ന പോലെ ഭൈരവ പെട്ടെന്നുണർന്നു. അശ്വത്ഥാമാവ് ബന്ദിയായി നിൽക്കുന്നു എന്ന് കണ്ടതും ഭൈരവ ഭുജിയിലേക്ക് സുമതിയെയും കൂട്ടി അവിടെ നിന്ന് കടന്നു പോവുകയാണ്. തന്നെ ബന്ദിയാക്കിയിരുന്ന വസ്തുക്കൾ വലിച്ചു പൊട്ടിച്ചെറിഞ്ഞ് നിൽക്കും ഇത്രമേ എന്ന് പറഞ്ഞ് പിന്നാലെ ഓടിയെത്തി ഭുജിയെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു. പക്ഷേ പാർട്സ് തന്നെ വെടിവെപ്പിച്ച് അശ്വത്ഥാമാവിൽ നിന്ന് രക്ഷപ്പെട്ട് സുമതിയുമായി ഭൈരവ കോംപ്ലക്സ് ലക്ഷ്യമാക്കി പറന്നു. അശ്വത്ഥാമ ഞെട്ടലോടെ നോക്കി നിന്നു. റയ്യ അങ്ങോട്ടേക്ക് ഓടിയെത്തി എന്ത് പറ്റിയെന്ന് തിരക്കി. അശ്വത്ഥാമയുടെ ഓർമ്മകൾ കുരുക്ഷേത്ര യുദ്ധകാലത്തേക്ക് പോയി. അന്ന് അശ്വത്ഥാമയെ കൊല്ലുവാൻ അർജുനൻ ഗാന്ധീവത്തിൽ നിന്ന് അമ്പെയ്തപ്പോൾ ഞാൻ വൈകിയോ മിത്രമേ എന്ന് ചോദിച്ച് അശ്വത്ഥാമാവിന് മുകളിലൂടെ രഥം ചാടിച്ച് ഗാന്ധീവത്തെ തടഞ്ഞ് അർജുനനെതിരെ അമ്പെയ്ത് അർജുനന്റെ രഥം 2 അടി പുറകിലേക്ക് നീക്കിയ വ്യക്തി. അർജുനൻ തിരികെ അമ്പെയ്തപ്പോൾ 10 അടി പുറകിലേക്ക് അദ്ദേഹത്തിന്റെ വാഹനം നീങ്ങിയിരുന്നു. അന്ന് അർജുനൻ അഹങ്കാരത്തോടെ തേരാളിയായ ഭഗവാൻ കൃഷ്ണനോട് ചോദിച്ചു, കണ്ടില്ലേ കേശവ, ഇവനാണോ നമുക്ക് തുല്യൻ? ഇവന്റെ പ്രഹരത്താൽ നമ്മുടെ രഥം 2 അടി പിന്നോട്ട് നീങ്ങിയെങ്കിൽ നമ്മുടെ പ്രഹരത്താൽ അവന്റെ രഥം 10 അടി പിന്നിലേക്ക് നീങ്ങി. ഒരു ചിരിയോടെ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, ഹേ ധനഞ്ജയ, നിന്റെ രഥം അഗ്നിദേവന്റെ വരം, കാവലാൾ ധ്വജസ്ഥിതനായ ആഞ്ജനേയൻ, തേരാളിയായി ത്രിലോകനാഥനായ നാം. എന്നിട്ടും രഥം 2 അടി പിന്നോട്ട് നീങ്ങിയെങ്കിൽ ആലോചിക്ക അർജുന, അവനൊരു സാധാരണ യോദ്ധാവല്ല. കണ്ടില്ലേ, കണ്ണിൽ സൂര്യ തേജസ്, കയ്യിൽ അജയ്യമായ വിജയാസ്ത്രം. അവന്റെ നാമം വിസ്മരിക്കപ്പെടാത്ത ചരിത്രമാണ്. സൂര്യപുത്രൻ വൈകർത്തനൻ. ഓർമ്മയിൽ നിന്ന് ഞെട്ടിയുണർന്ന അശ്വത്ഥാമ തന്റെ വായിൽ വന്ന് ആ പേര് പറഞ്ഞു. കർണൻ. ഭൈരവ കർണന്റെ പുനർജന്മമാണ്. മറുവശത്ത് കൗൺസിലർ ബാലി സുപ്രീമിനടുത്ത് ചെന്ന് സുമതിയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് ഒരു തുള്ളി സെറം കൈമാറി. ആ സെറം സുപ്രീം തന്റെ ശരീരത്തിലേക്ക് വെച്ചു. ജരാനരകൾ ബാധിച്ച് എല്ലും തോലുമായിരുന്ന സുപ്രീം അത് ശരീരത്തിൽ ചെന്നതോടെ കരുത്തുറ്റ് പൂർണ്ണ ശക്തിയുള്ള യുവാവായി മാറി. ജനിക്കാൻ പോകുന്ന ഭഗവാന്റെ ശക്തിയിൽ ഒരംശം സുപ്രീമിന് ലഭിച്ചിരുന്നു. അവിടുണ്ടായിരുന്ന അർജുനന്റെ ആയുധം ആർക്കും തൊടാൻ പറ്റാതിരുന്ന ഗാന്ധീവം സുപ്രീം എടുത്തുയർത്തി. സുമതിയെ താൻ പോയി കൊണ്ടുവരാം എന്ന് ബാലി പറഞ്ഞപ്പോൾ, വേണ്ട, ഞാൻ തന്നെ പോയി കൊണ്ടുവന്നോളാം എന്നായിരുന്നു സുപ്രീമിന്റെ മറുപടി. സുപ്രീം എത്രമേൽ ശക്തിയുറ്റവനാണ് എന്ന് കാണിച്ചുകൊണ്ട് കൽക്കിയുടെ ആദ്യ അധ്യായം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.